കേന്ദ്രത്തിൻ്റെ ഫണ്ട് മേടിച്ചെടുക്കാൻ പറ്റുന്നില്ല. ഒരു കേന്ദ്രമന്ത്രി പറയാൻ പാടില്ലാത്തതാണ്. അതേ മറ്റ് സംസ്ഥാനങ്ങൾ അവർ വാങ്ങിച്ചുകൊണ്ട് പോകുന്നു. അത് തീർച്ചയായിട്ടും. കാരണം അതൊന്ന് കെടുകാര്യസ്ഥതയുണ്ട്. എങ്ങനെ ഫണ്ട് ഉപയോഗിക്കണം, കേന്ദ്രത്തിൻ്റെ ഫണ്ട് മേടിച്ചെടുക്കാൻ പറ്റുന്നില്ല. ഒരു കേന്ദ്രമന്ത്രി പറയാൻ പാടില്ലാത്തതാണ്. കാരണം എൻ്റെ മന്ത്രാലയത്തിൽ തന്നെ, ന്യൂനപക്ഷ മന്ത്രാലയത്തിൽ 199 കോടി രൂപയാണ് ഉപയോഗിക്കാതെ കിടന്നത്. ഈ കഴിഞ്ഞ മാർച്ച് തൊട്ട് എല്ലാം കൂടെ നമ്മളൊക്കെ കൂടെ ശ്രമിച്ചിട്ട് ഇപ്പം 43 കോടി ആക്കിയിട്ടുണ്ട്. പക്ഷേ യൂട്ടിലൈസേഷൻ സർട്ടിഫിക്കറ്റ് 58 കോടിയുടെ വേറെ കിട്ടാനുണ്ട്. അതേ മറ്റ് സംസ്ഥാനങ്ങൾ അവർ വാങ്ങിച്ചുകൊണ്ട് പോകുന്നു. അപ്പോൾ എല്ലാ രംഗത്തും അങ്ങനെ കേന്ദ്ര ഫണ്ട് വിനിയോഗിക്കുന്ന കാര്യത്തിൽ വളരെ അനാസ്ഥയാണ്. അതുകൊണ്ട് എന്തുമാത്രം അടിസ്ഥാന വികസന രംഗത്ത് വികസനം ഉണ്ടാക്കാൻ സാധിക്കും. അതൊരു മത്സരബുദ്ധിയോടുകൂടിയാണ് സംസ്ഥാനങ്ങൾ ശ്രമിക്കുന്നത്. പക്ഷേ കേരളത്തിൽ അതുണ്ടാകുന്നില്ല. എന്തുകൊണ്ടോ ഉദ്യോഗസ്ഥന്മാർ യൂട്ടിലൈസേഷൻ സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ തയ്യാറില്ല. മറ്റ് കർണാടകയിലും അതുപോലെ തന്നെ തമിഴ്നാട് നമ്മുടെ അടുത്ത സംസ്ഥാനങ്ങളായതുകൊണ്ട് അവരെ കണ്ടുപിടിക്കണം. നിമിഷം കൊണ്ട് ഇപ്പം പണ്ടത്തെ പോലെ എഴുതിക്കുറിച്ചൊന്നും വേണ്ട. പോർട്ടലിൻ്റെ അകത്തോട്ട് ഈ കിട്ടുന്ന റെസിപ്റ്റും അതുപോലെ തന്നെ വൗച്ചറും ഒക്കെ അപ്ലോഡ് ചെയ്യേണ്ട കാര്യമേ ഉള്ളൂ. അതിന് കാലതാമസത്തിൻ്റെ പ്രശ്നം ഉദിക്കുന്നില്ല. വളരെ സിമ്പിളാണ്. സാധാരണക്കാരന് മനസ്സിലായി. ഈ യൂട്ടിലൈസേഷൻ സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ കരുതുന്നത് എന്തോ ഭയങ്കര പ്രശ്നമാണെന്നാണ്. ഇപ്പോൾ പോർട്ടലാണ്, കംപ്ലീറ്റ് പോർട്ടലാണ്. അത് ഓരോന്നിൻ്റെയും ഈ സ്കീം കാണിച്ചിട്ട് അതിൻ്റെ അകത്തേക്ക് ഇത്ര രൂപ അനുവദിച്ചിരിക്കുന്നു, ഇത്ര കിട്ടി, ഇത്ര യൂട്ടിലൈസ് ചെയ്തു എന്നുള്ള രീതിയിൽ കൊടുത്താൽ മതി. അതായത് 199 കോടി രൂപ ഇതിങ്ങനെ കിടക്കുകയായിരുന്നു നമ്മുടെ മൈനോറിറ്റി. അതിനെപ്പറ്റി ഇപ്പോൾ പലയിടത്തും ചർച്ച വരുന്നുണ്ട്. അപ്പോൾ അത് പൂർണ്ണമായിട്ട് ശരിയല്ല. ഞാൻ വന്നതിന് ശേഷം ഞങ്ങളും അവിടുത്തെ മന്ത്രിയൊക്കെ കൂടെ കൂട്ടായിട്ട് ശ്രമിച്ചിട്ട്, അതിൻ്റെ എതിർപ്പൊന്നുമല്ല, കൂട്ടായിട്ട് ശ്രമിച്ചിട്ട് പിന്നെ ഉദ്യോഗസ്ഥന്മാരെയൊക്കെ നേരിട്ട് വിളിച്ച് അതിൻ്റെ യൂട്ടിലൈസേഷൻ സർട്ടിഫിക്കറ്റ് കൊടുത്തിട്ട് ഇപ്പം SNAയിൽ കിടക്കുന്നത് 43 കോടിയാണ്. 199 കോടി എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ കാണിക്കുന്നുണ്ട്. അത് നമ്മൾ അറിയാമല്ലോ, പാർലമെൻറ്റിൽ കൊടുക്കുന്നത് കഴിഞ്ഞ സാമ്പത്തിക വർഷം അനുസരിച്ചാണ് കൊടുക്കുന്നത്. അത് ഇപ്പോൾ അത് ഏതാണ്ട് 43 കോടി വെറുതെ കിടക്കുക. യൂട്ടിലൈസേഷൻ സർട്ടിഫിക്കറ്റില്ല, തൊട്ടിട്ടില്ല. 58 കോടി വേറെ 58 കോടിയുടെ ഉപയോഗിച്ചിട്ട് അത് പ്രവർത്തനം നടത്തിയിട്ട് യൂട്ടിലൈസേഷൻ സർട്ടിഫിക്കറ്റ് ഇല്ല. ഇവിടെ CAGയുടെ കണക്കനുസരിച്ച് അത് രണ്ടും കൂടെ കൂട്ടിയാണല്ലോ വരുന്നത്. അത് ഇത് നമ്മുടെ PMJVK വടകരയിൽ 83 കോടി രൂപയുടെ ഒരു താലൂക്ക് ഹോസ്പിറ്റൽ പണിതല്ലേ, അതൊക്കെ ഇങ്ങനെ വന്നതാണ്. പക്ഷേ ഇതെല്ലാം മുടങ്ങിക്കിടന്ന് എടുത്തെടുത്ത് ഉപയോഗിക്കുന്നതാണ്. അല്ല, 43 കോടി ഇപ്പം തൊടാതെ, അതായത് ഒന്നും ഉപയോഗിക്കാതെ കിടപ്പുണ്ട്. SNA അക്കൗണ്ടിലാണ്. മോഡി സർക്കാർ വന്നതിന് ശേഷം SNA ആണല്ലോ. അല്ലേ, സർക്കാരിൻ്റെ കയ്യിലുണ്ട്. അത് സംസ്ഥാന സർക്കാരിൻ്റെ കയ്യിലുണ്ട്.